Hello guys, Moto Engines-ന്റെ മറ്റൊരു കിടിലൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ തവണ ഒരു സ്കൂട്ടറിന്റെ ഒക്കെ ഓയിൽ എങ്ങനെ മാറുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് ഒരു ബൈക്കിന്റെ ഒക്കെ ഓയിൽ എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഓയിൽ മാറാൻ പറ്റുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യണേ. എടാ അപ്പോൾ ഏത് വണ്ടിയുടെ ഓയിൽ നമ്മളത് മാറാൻ പോണേ? ഇപ്പോൾ ബജാജിന്റെ AS200 എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചർ മോഡൽ ബൈക്കിന്റെയാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൂൾ വേണം നോക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് ടൂളുണ്ട്, ഒരു ബോക്സ് പാനർ ഉണ്ട്, ഒരു ടീ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മേടിച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇരിപ്പുണ്ട്, ഒരു 3 ലിറ്റർ ഓയിൽ ഇരിപ്പുണ്ട്. നമ്മളൊരു ഓഫർ വന്നപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ നമുക്ക് ഏത് ഗ്രേഡാണ് ഓയിൽ ഒഴിക്കേണ്ടത്, പിന്നെ എത്ര, ഇതിപ്പോൾ സെമി സിന്തറ്റിക് ഒഴിക്കാം, ചിലവർ സെമി സിന്തറ്റിക് ഒഴിക്കും, ചിലവർ ഫുള്ളി സിന്തറ്റിക് ഒഴിക്കും. അപ്പോൾ ഏത് ഗ്രേഡ് എത്ര പീരീഡ് കൂടുമ്പോൾ നമ്മൾ ഓയിൽ മാറേണ്ടത്, എത്ര കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയിൽ നിന്ന് ഫുള്ളും പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം. എടാ അപ്പോൾ ഏതൊക്കെ ടൂളാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് എന്ന് പറഞ്ഞേ? ഇതിപ്പോൾ നമുക്കൊരു ബോക്സ് പാനാണ്, 18 ബിറ്റുള്ള ഒരു ബോക്സ് പാനാണ്, നമുക്ക് ട്രെയിൻ നെറ്റ് കൂരാനായിട്ടുള്ളതാണിത്. ഇതൊന്നും നമുക്ക് ഈ ഒരു ബോക്സ് പാനർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിംഗ് സ്പാനർ യൂസ് ചെയ്യാം. സാധാ സ്പാനർ യൂസ് ചെയ്ത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിൻ നെറ്റിൻ്റെ ഹെഡിൻ്റെ ആ ത്രെഡും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ ബോക്സ് പാനർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിംഗ് സ്പാനർ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇരിക്കുന്ന ഒരു 10-ന്റെ ടീ ആയിരിക്കുന്നത്. അപ്പോൾ 10 ടീ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ചില വണ്ടികൾക്ക് നമുക്കൊരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട് ഇവിടെ താഴെയായിട്ട്. ഇതിപ്പോൾ ഒരു 2017 മോഡൽ NS200 അങ്ങനെയൊക്കെയുള്ള വണ്ടിക്കൊക്കെ ഈ മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഈ 2 ബോൾട്ട് വരാനായിട്ട് മാത്രം നമുക്ക് ഈ ഒരു ടീ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മോട്ടോയുടെ 2050 എന്ന് പറയുന്ന സെമി സിന്തറ്റിക് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഓയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? ഏകദേശം 1.15 ലിറ്റർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആണെങ്കിൽ 1200 ml ആണ് കപ്പാസിറ്റി തന്നെ. ഈ 3 ഓയിലും കൂടി ഞങ്ങൾ ശരിക്കും ഒരു 1100 രൂപയ്ക്ക് ആമസോണിൽ കഴിഞ്ഞ സെയിൽ വന്നപ്പോൾ ഓർഡർ ചെയ്തതാണ്. ഇനി ഏകദേശം എല്ലാത്തിനും കൂടി ഒരു 1800 രൂപ പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ വരുമ്പം ഏറ്റവും നല്ല ഓഫറിൽ ഇതുകൂട്ട് ഓയിലും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം അന്നേരം ഓർഡർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങ് മാറ്റിയാൽ മതി. സോ ആദ്യമായിട്ട് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഡ്രെയിൻ നെറ്റ് ശരിക്കും ഈ ഒരു കാണുന്ന ഡ്രെയിൻ നെറ്റാണ്, ഇതിൻ്റെ ഫ്ലാപ്പിൻ്റെ അടിയിലായിട്ട് തന്നെ. അപ്പോൾ ഫ്ലാപ്പ് ആദ്യം ജസ്റ്റ് ഒന്ന് ഊരണം. അപ്പോൾ നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം ഓയിൽ അടിയിലൊന്നും ചാടാണ്ടിരിക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്യണം. ഓയിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫ്ലാപ്പും കാര്യങ്ങളും ആദ്യം തന്നെ ഊരാം നമുക്ക് ജസ്റ്റ്. അല്ല, ഫ്ലാപ്പ് ഞങ്ങൾ ഊരിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ശരിക്കും ഡ്രെയിൻ നെറ്റ്. ഇത് എത്രയുടെ ഡ്രെയിൻ നെറ്റ്? 18ന്റെ ഡ്രെയിൻ നെറ്റാണ്. 18ന്റെ ബോക്സ് പാനർ ഇട്ടാണ്. ബോക്സ് പാനായിട്ട് ഊരണം. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ ഒക്കെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് പറഞ്ഞത്? അതായത് സെമി സിന്തറ്റിക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ഓയിലൊക്കെ മാറണം? ഒരു 3000-3500 കിലോമീറ്റർ വരുമ്പോഴേക്കാണ് നമ്മൾ സെമി സിന്തറ്റിക് മാറണേ. പിന്നെ ഇതിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഒരു മാറ്റമുണ്ട്. കമ്പനി പറയുന്ന ഒരു 10,000 കിലോമീറ്ററൊക്കെ നമുക്ക് ഓടിക്കാൻ പറയണം. അപ്പം അത്ര ഒന്നും ഓടിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ഒരു 5000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 5500 കിലോമീറ്ററൊക്കെ വരുമ്പോഴാണെങ്കിൽ ഒരു ഫുള്ളി സിന്തറ്റിക് മാറിക്കളയാണെങ്കിൽ കുറച്ചുകൂടി എഞ്ചിൻ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. പിന്നെ ഈ ചില വണ്ടികളുടെ ഒക്കെ ബജാജിൻ്റെ ഒക്കെ ആണെങ്കിൽ ഓയിൽ കയറി കത്താൻ നല്ല ചാൻസ് ഉണ്ടല്ലോടാ. ഓയിൽ കയറി കത്തുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. പിന്നെ എല്ലാ വണ്ടികളും ഒരു 2000 കിലോമീറ്റർ കൂടുമ്പോൾ ചെക്ക് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഓയിൽ എപ്പോഴും ടോപ്പ് അപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു സെമി സിന്തറ്റിക് ആണെങ്കിൽ നമ്മളൊരു ടോപ്പ് അപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു 1500-2500 കിലോമീറ്ററിലൊക്കെ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഞ്ചിൻ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം നമുക്ക് ഇടയ്ക്ക് മാറായിരുന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. ഇപ്പോൾ ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യും, ഓയിൽ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഓയിൽ അത്യാവശ്യം മാറാറായിട്ടുണ്ട്. നല്ല കറുത്ത കളറുണ്ട് ഓയിലിന്. ശരിക്കും ഈ ഒരു കളറല്ല, ചുമപ്പ് കളറല്ല അതിൻ്റെ ശരിക്കും ഓയിൽ. സോ ഇതിനകത്തൊരു ഓയിൽ ഫിൽറ്റർ തന്നെയുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലായിട്ടൊരു ഓയിൽ ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഓയിൽ ഫിൽറ്റർ അപ്പുറത്തെ സൈഡിലാണ്. പക്ഷേ എൻ്റെ ഓയിൽ ഫിൽറ്റർ ഞങ്ങളൊന്ന് മാറ്റാനില്ല, കാരണം ഞങ്ങൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ മാറ്റിയാണ് ഒരു തവണ. സോ ഓയിൽ ഫിൽറ്ററൊക്കെ ഒരു 2 തവണ ഓയിൽ ചേഞ്ച് അടുത്തുമ്പോൾ മാറ്റി കളഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഇനി സെമി സിന്തറ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ 3500 കിലോമീറ്റർ കഴിയുമ്പം ഓയിൽ മാറ്റുമ്പോൾ ഞങ്ങൾ ഓയിൽ ഫിൽറ്റർ എന്തായാലും മാറ്റുന്നതാണ്. ഓയിൽ ഫിൽറ്റർ മാറ്റാനായിട്ട് അപ്പുറത്തെ സൈഡിൽ, അതായത് ഈ ഒരു സൈഡിൽ ഇതാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഡ്രെയിൻ. ഈ ഒരു 2 നട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓയിൽ ഫിൽറ്റർ നമുക്ക് ഊരിയെടുക്കാം. ഓയിൽ ഫിൽറ്റർ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്തെടുക്കരുത് ഒരിക്കലും. ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നത് മതി, കാരണം അതിൻ്റെ പേപ്പർ ഫിൽറ്റർ അല്ല ഈ ഒരു പേപ്പർ ഫിൽറ്ററാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്ത് ചാടി പോന്നിട്ടുണ്ട്. ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കുക. 2 ദിവസത്തോട്ട് ചെരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ കുറച്ചുകൂടി ഒരു ചെരിച്ചാൽ വണ്ടിയും ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഓയിലിങ് പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ ചെരിച്ചിട്ടും പോകുന്നില്ല, കാരണം ഈ ഒരു സൈഡ് സ്റ്റാൻഡിലാണ് ഇരുന്നത്. ഈ ഒരു സൈഡിലാണ് ഇനി ഡ്രെയിനായിട്ട് വന്നത്. അപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് പോന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ ഓയിൽ മാറാനൊക്കെ ആണെങ്കിൽ ഒരു 2-3 മിനിറ്റൊക്കെ വണ്ടി നിന്ന് സ്റ്റാർട്ടായി വയ്ക്കുക. അപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടെ എഞ്ചിനുള്ള ഓയിൽ മുഴുവൻ നമുക്ക് ഊറി പുറത്തോട്ട് പോകാനുള്ള ഒക്കെ തന്നെ പൊക്കോളും. പിന്നെ നമ്മളാണെങ്കിൽ വണ്ടി ഒന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ കൂടുതലൊന്നും വെക്കരുത്, കാരണം നമുക്ക് പിന്നെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വണ്ടി ഒരു ദൂരയാത്രയൊക്കെ പോയിട്ട് ഓടി വന്ന വണ്ടി പെട്ടെന്ന് വന്നിട്ട് ഓയിൽ മാറരുത്. കുറച്ച് നേരം തണുത്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടതിന് ശേഷം മാത്രം ഓയിൽ മാറുക. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് ആ ഓയിലും കാര്യങ്ങളും കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഡ്രെയിൻ നെറ്റ് അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്റർ കയറ്റി തിരിച്ചുപിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ രണ്ടാമത് ഒഴിക്കാം. ജസ്റ്റ് ഇതൊന്ന് പതിയൊന്ന് തുടച്ചു കൊടുത്തേക്കുക. അതിനകത്ത് കുറച്ച് കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒന്ന് തൂത്ത് കളഞ്ഞേക്കാം.
പിന്നെ ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഒരു കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ ഒരു തുണി വെച്ച് അകത്തോട്ട് പൊടി പോകാത്ത രീതിയിൽ ഈ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ച് ഈ ഒരു ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളും കയറ്റി വെച്ചതിന് ശേഷം ആ നട്ടിട്ട് തിരികെ പിടിപ്പിക്കുക. നമ്മൾ ഈ ഒരു ട്രെയിൻ ബോൾട്ടിൻ്റെ ഒന്ന് ചെറുതായിട്ട് അകത്തൊക്കെ ഒന്ന് പതിയൊന്ന് ഈ ഒരു വേസ്റ്റ് കൊണ്ട് വന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെയൊക്കെ പൊടി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ ബോൾട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഇത്തരം ഒരു ചെറിയൊരു ഒരു റബ്ബറിൻ്റെ ഒരു വാഷർ വന്നിട്ടുണ്ട്. ചിലത്തിൽ അത് അലുമിനിയത്തിൻ്റെ ഒരു വാഷറാണ്. ആ വാഷറൊക്കെ കുറേ കഴിയുമ്പോൾ ചളിങ്ങിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റബ്ബറിൻ്റെ വാഷറൊക്കെ ആണെങ്കിലും ബുഷൊക്കെ ആണെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ചെക്ക് ചെയ്യുക, കാരണം അല്ലെങ്കിൽ പിന്നെ ഓയിൽ ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ത്രെഡൊക്കെ തെന്നി കയറി കഴിഞ്ഞാൽ പാടാണ്. പിന്നെ നമുക്ക് കൈ കൊണ്ടാകുമ്പോൾ അത്യാവശ്യം ഒന്ന് മുറുക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അത് മുറുക്കാവുള്ളൂ. അല്ലെങ്കിൽ ത്രെഡ് മാറി കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയയിലൊക്കെ ത്രെഡ് ചെയ്യാൻ നല്ല പാടാണ്. കാരണം എഞ്ചിൻ്റെ അടിയിലൊരു ഭാഗമാണ്. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് വണ്ടി കൊണ്ട് ലേത്തി പോയിട്ട് അവിടെ ഏരിയയിൽ ത്രെഡ് ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ഡ്രെയിനിങ് ബോൾട്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രമാട്ടോ ഓയിൽ ഫില്ല് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒഴിക്കുന്ന ഓയിൽ ഇതിൽ ചാടിപ്പോരുള്ളൂ, വെറുതെ ഓയിൽ ഫുള്ള് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കാനായിട്ട് ഈ ഒരു കാണുന്ന ഈ ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ ഓയിൽ ഒഴിക്കണേ. ഇത് ഒഴിക്കാനായിട്ട് ഒരു പ്ലെയർ എടുത്തടാ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഓയിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഊരാനായിട്ടൊരു പ്ലെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഊരിയെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇതിനകത്ത് മെഷറും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ RTR 200 അങ്ങനെയുള്ള വണ്ടിയുടെയൊക്കെ മെഷർ ചെയ്യാനുള്ള എൻ്റെ ചെറിയൊരു ഇവിടെ സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ശരിക്കും മെഷർ ചെയ്യണം ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഒരു ചില്ല് കണ്ടില്ല, ഇതിനെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ മെഷർ ചെയ്യണേ. ഈ ഒരു പോയിന്റ് വന്നേക്കണം ഈ പോയിന്റ് വണ്ടി നേരെ പിടിച്ച് കഴിയുമ്പോൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ശരിക്കും ഓയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നമുക്ക് അത്യാവശ്യം ലെവൽ ഓയിൽ ഉണ്ടെന്നാണ്. പിന്നെ ഇതാണ് ലോ കാണിക്കുന്നത്. ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഒട്ടും ഓയിലും കാര്യങ്ങളൊന്നും കാണിക്കില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അതിനകത്തോട്ട് ചാടാത്ത രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആ ഒരു ഭാഗം നന്നായിട്ട് വൃത്തിയാക്കുക. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കണമുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലാണ് ശരിക്കും നമ്മൾ വണ്ടിക്കകത്ത് ഒഴിക്കാൻ പോകണേ. ശരിക്കും നമ്മുടെ വണ്ടിക്ക് വേണ്ട ഓയിൽ എന്ന് പറഞ്ഞാൽ 200 മില്ലിയാണ്. ഇതിപ്പോൾ 1150 മില്ലി ഉള്ളൂ. അപ്പോൾ ഒരു 50 മില്ലി എക്സ്ട്രാ കൂടി നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ ഈ ഒരു ഓയിൽ ക്യാൻ നോക്കിയാൽ ഇതിന് നോസിലും കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മുടെ ഒരു പഴയ ക്യാൻ ഇരിപ്പുണ്ട്. ഇത് നോക്കിയാൽ ഇതിനൊരു നോസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ ഇതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഇത് വെച്ചാണ് ഒഴിക്കാൻ. അപ്പോൾ ഒഴിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓയിൽ ഇതിനകത്തേക്ക് മാറ്റാം. നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചോർപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഓയിൽ കുറച്ചുകൂടെ പുറത്തേക്ക് പോയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓയിൽ ഒഴിക്കാം. ഈ ഒരു ബോട്ടിൽ ശരിക്കും ഞങ്ങളിപ്പോൾ 200 ഓയിൽ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ 50 മില്ലിയും കൂടി ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 200 ശരിക്കും ഓയിൽ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒഴിക്കണേ. ഇതൊക്കെ ഒരു ചോർപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവിടെ ഓയിൽ ഒഴിക്കുന്ന ആ ഒരു സ്പേസ് വളരെ ലിമിറ്റഡ് ആണ്. ചെറിയൊരു ഓട്ടം മാത്രമേ ഉള്ളൂ. അപ്പം ചോർപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ പുറത്തോട്ട് പോകാനിരിക്കും. ചോർപ്പയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ചെറിയായിട്ടുള്ള കുപ്പി, ചെറിയ അടപ്പുള്ള കുപ്പി എടുത്താൽ മതി. ചെറിയ അടപ്പല്ല, ചെറിയ വാവട്ടമൊക്കെ ഉള്ള കുപ്പി എടുത്ത് ഇതിനകത്ത് ഇറക്കി വെച്ച് അതിന് മുകളിൽ കട്ട് ചെയ്യാൻ നമുക്ക് ഒഴിക്കാനേ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ചിലരൊക്കെ സാൻഡ് പേപ്പറും കാര്യങ്ങളൊക്കെ മറ്റേ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു കുമ്പിള് പോലെ ഉണ്ടാക്കിയിട്ട് ഇറക്കി വെച്ച് അതിനകത്തോടെ ഓയിൽ ഒഴിക്കാറുണ്ട്. ഓയിലിട്ടും പുറത്തോട്ട് കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്പ് തിരിച്ച് കയറ്റിയിട്ടിട്ട് പ്ലെയർ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓയിൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഓയിൽ ഒഴിച്ചേക്കുന്ന കൃത്യമാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് നേരെ വെക്കുക. വണ്ടി ജസ്റ്റ് നേരെ വെച്ച് ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഓയിൽ ലെവൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു മെഷറിൻ്റെ മുകളിൽ ഓയിൽ ലെവൽ ഉണ്ട്. അപ്പം ഓയിൽ ഒഴിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമാണ്. അതുപോലെ തന്നെ ഈ വണ്ടികളുടെയൊക്കെ ഓയിൽ ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഒരു 2000 കിലോമീറ്റർ കൂടുമ്പം ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ചില വണ്ടികളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് കാര്യങ്ങൾ കാണും. ഇല്ലാത്ത വണ്ടികൾക്കാണെങ്കിൽ ഇവിടെ ഒരു മെഷറും കാര്യങ്ങളും കാണും. ആ മെഷറിനകത്താണെങ്കിൽ മിനിമം മാക്സിമം എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിന്റിൻ്റെ ഇടയ്ക്കായിരിക്കും ശരിക്കും ഓയിൽ നിൽക്കേണ്ടത്. പിന്നെ ചില വണ്ടികളുടെയൊക്കെ എഞ്ചിനിൽ നിന്നും കാര്യങ്ങളൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെയുള്ള വണ്ടികളുടെ ആണെങ്കിലും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 1000 കിലോമീറ്റർ ഒക്കെ കൂടുമ്പോൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ അങ്ങനെ മാറുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.